ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട അലർട്ട് ഗ്രാമർ ലാബിൻ്റെ 18ാമത് വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം നീഡ് എന്ന മോഡൽ ഓക്സിലിയറിയെ കുറിച്ച്, സെമി മോഡൽ ഓക്സിലിയറി വെർബിനെ കുറിച്ച് സാമാന്യം വിശദമായി തന്നെ പരിശോധിച്ചു. സെമി മോഡൽസ് ആണ് നീഡ് എന്ന പദം, ഡയർ എന്ന പദം. ഇവയില് നീഡിനെ കുറിച്ച് കുറെ കൂടി കാര്യങ്ങൾ ഈ വീഡിയോയിൽ തുടരുന്നു. അതീവ ശ്രദ്ധയോടെ കേട്ടിരിക്കേണ്ട ഒരു പാഠമാണ് ഇന്നത്തേത്. മുൻ ക്ലാസ്സുകളിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങളുടെ കൂടെ സൂക്ഷ്മമായ ശ്രദ്ധയും പഠന താല്പര്യവും ഈ വീഡിയോ കണ്ടു മനസ്സിലാക്കാൻ വളരെ അത്യാവശ്യമാണ്. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഐ ഡോണ്ട് നീഡ് യുവർ അഡ്വൈസ്. ഇവിടെ നീഡ് എന്ന വാക്ക് ഓക്സിലിയറി വെർബായിട്ടല്ല ഉപയോഗിച്ചിട്ടുള്ളത്. നീഡ് എന്നത് മെയിൻ വെർബാണ്. ഈ മെയിൻ വെർബിനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഓക്സിലിയറി വെർബാണ് ഡു. ഈ ഡു എന്ന പദവും നീഡ് എന്ന ബെയർ ഇൻഫിനിറ്റീവും കൂടെ ഒരുമിച്ച് ചേർന്നാണ് നീഡ് എന്ന വെർബ് 1 ഉണ്ടാവുക. ആ നീഡ് എന്ന വെർബ് 1ന്റെ നെഗറ്റീവ് രൂപമാണ് ഡോണ്ട് നീഡ്. നീഡ് വെർബ് 1 പോസിറ്റീവ്, ഡോണ്ട് നീഡ് വെർബ് 1 ആണ് നെഗറ്റീവ്. രണ്ടും ഒരേ ടെൻസാണ്. വെർബ് 1 ആണ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. മനസ്സിലാക്കുന്നവർ മാത്രം ഇതേ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. എളുപ്പത്തിൽ പഠിക്കുന്നവർക്ക് വേണ്ടി പറയാം, നീഡ് മെയിൻ വെർബാണ്. നീഡിനെ സഹായിക്കാൻ നിൽക്കുന്ന ഓക്സിലിയറി വെർബാണ് ഡൂവ്. ഉത്തരം എഴുതുമ്പോൾ ഓക്സിലിയറി വെർബ് വെച്ചിട്ട് വേണം ഉത്തരം എഴുതാൻ. ഓക്സിലിയറി വെർബ് ആണല്ലോ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോ ഡു വെച്ച് ഉത്തരം എഴുതണം. ചോദ്യം നെഗറ്റീവ് അല്ലേ, ഉത്തരം പോസിറ്റീവായി. എങ്ങനെ പോസിറ്റീവ് ടാഗ് ഉണ്ടാക്കും? എ വി പ്ലസ് പ്രോനൗൺ. ഡു എ വി, ഐ പ്രോനൗൺ. ഡു ഐ, ഡു ഐ പോസിറ്റീവ് ടാഗായി. ഐ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. ഓക്കെ. അടുത്ത ചോദ്യം,
ഹി ഡസ് നോട്ട് നീഡ് യുവർ ഹെൽപ്പ്. ഇവിടെ എന്താണ് ഉണ്ടായത്? ഡസ് നോട്ട് നീഡ് എന്നത് നെഗറ്റീവാണ്. വെർബ് 1 നെഗറ്റീവ്. നോട്ട് മാറ്റിയാൽ ഡസും നീഡും ഒന്നാവും. അപ്പോൾ നീഡ്സ് കിട്ടും. നീഡ്സ് എന്നത് വെർബ് 1 ആണ്, സിംഗുലർ. അതിൻ്റെ നെഗറ്റീവാണ് ഡസ് നോട്ട് നീഡ്. ഇതൊക്കെ കുറച്ചുകൂടെ അറിയുന്നവർക്ക് വേണ്ടി പറയുന്നതാണ്. ഇനി എളുപ്പത്തിൽ പഠിക്കുന്നവർക്ക് വേണ്ടി പറയാം. നീഡ് മെയിൻ വെർബാണ്, ഡസ് ആണ് ഓക്സിലിയറി വെർബ്. ക്വസ്റ്റ്യൻ ടാഗിൽ വേണ്ടത് ഓക്സിലിയറി വെർബാണ്. ഡസ് ഉപയോഗിച്ച് ഉത്തരം എഴുതി. ചോദ്യം നെഗറ്റീവാണ്, ഉത്തരം പോസിറ്റീവ് ആവണം. ഏവിയും പ്രോനൗണും വേണം. ഡസ് ഹി, ഉത്തരം കിട്ടി. കണ്ടോ? ഹി നീഡ് കം. ഇത് നീഡ് ഓക്സിലിയറി വെർബാണ്. എന്താ കാരണം? കമ്മിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. കമ്മാണ് മെയിൻ വെർബ്. നീഡ് ഓക്സിലിയറി വെർബാണ്. നീഡ് മെയിൻ വെർബ് ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ വേണ്ടത് നീഡല്ല, നീഡ്സ് ആണ്. ഹി സിംഗുലർ അല്ലേ? ഹീയുടെ കൂടെ ഉപയോഗിക്കുക നീഡല്ല, നീഡ്സ് ആണ്. നീഡ്സ് ആണെങ്കിൽ മെയിൻ വെർബാണ്. ഹീന്റെ കൂടെ നീഡാണ് വന്നതെങ്കിൽ അത് ഓക്സിലിയറി വെർബാണ്. കം എന്താ? മെയിൻ വെർബാണ്. എന്നാൽ ടു കമ്മാണ് വിചാരിക്കുക. അപ്പൊ നീഡ് മെയിൻ വെർബാവും. അടുത്ത ചോദ്യം പറഞ്ഞു തരാം കേട്ടോ. ഞാൻ എളുപ്പത്തിൽ പറയാം, സമയം കുറവുള്ളോട് എളുപ്പത്തിൽ പറയാം. കമ്മിന്റെ തൊട്ടടുത്താണ് നീഡ്. കമ്മിന്റെ തൊട്ടടുത്താണ് നീഡ്, അടുത്തടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ കമ്മാണ് മെയിൻ വെർബ്, നീഡ് ഓക്സിലിയറി വെർബാണ്. ശ്രദ്ധിക്കുക, നീഡിന്റെ തൊട്ടടുത്ത് ഒരു ബെയർ ഇൻഫിനിറ്റീവ് ഉണ്ടെങ്കിൽ, ടു ചേരാത്ത രൂപമുണ്ടെങ്കിൽ അത് മെയിൻ വെർബായിരിക്കും. ഏത്? കൂടെയുള്ളത്. ആ നീഡ് എന്തായിരിക്കും? ഓക്സിലിയറി വെർബായിരിക്കും. ഹി നീഡ് കം, ഹി നീഡ് ഗോ, ഹി നീഡ് പ്ലേ, ഹി നീഡ് സ്വിം, ഹി നീഡ് റൺ, ഹി നീഡ് റൈറ്റ്. ഇതെല്ലാം ഓക്സിലിയറി വെർബാണ്. നീഡ് മെയിൻ വെർബ് ആയിരുന്നെങ്കിൽ നീഡ്സ് എന്ന് പറയണം. നീഡ്സ്. സംശയങ്ങളുള്ളവര് അലർട്ട് അക്കാദമി ചേലക്കര എന്ന് യൂട്യൂബിൽ അടിച്ചാൽ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ക്ലാസ് ഉണ്ട്. എൻ്റെ ടെൻസസ് വന്ന പാഠങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 10-40 പാഠം ടെൻസ് എടുത്തിട്ടുണ്ട്. അതിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്നുള്ളത് കാണുക. വെള്ളം പോലെ അത് മനസ്സിലാവും കേട്ടോ. ഇതൊക്കെ അധിക വായനയ്ക്ക് താല്പര്യമുള്ളവർക്ക് വേണ്ടി ഒരു റെഫറൻസായി പറയുന്നതാണ്. ഇന്നൂടെ പറയാം. ഹി നീഡ് കം, കം മെയിൻ വെർബ്, നീഡ് ഓക്സിലിയറി വെർബ്. ഓക്സിലിയറി വെർബ് ഉപയോഗിച്ചാണല്ലോ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കേണ്ടത്. അപ്പോ നീഡിന്റെ ഹി എന്ന് വന്നു, നീഡിന്റെ ഹി എന്ന് വന്നു. റയർ ചാൻസ് എന്ന് താഴെ എഴുതിയിട്ടുണ്ട്. എന്താണ് കാരണം? ഇത്തരം വാചകങ്ങൾ അപൂർവമായിട്ടേ വരുള്ളൂ. നീഡിന്റെ കം, ഇങ്ങനെ നെഗറ്റീവ് വാചകങ്ങൾ കൂടുതലായി വരും. അപൂർവമായി പോസിറ്റീവ് വാചകങ്ങൾ വരുള്ളൂ, റയറായിട്ടേ വരുള്ളൂ. വന്നാൽ എഴുതാൻ വേണ്ടിയാണ് പറഞ്ഞത്, വന്നാൽ എഴുതാൻ വേണ്ടി പറഞ്ഞു. കുറെ ചോദ്യങ്ങൾ ഇതുപോലെ ഉണ്ട്, നന്നാക്കി മനസ്സിലാക്കി തരാം. ഇത് നോക്കൂ. വി നീഡ് ടു വർക്ക്. നീഡ് വർക്കാണെങ്കിൽ, വി നീഡ് വർക്ക് ആണെങ്കിൽ, വി നീഡ് വർക്ക് ഹാർഡ് എന്നാണെങ്കിൽ ഈ നീഡ് ഓക്സിലിയറി വെർബാണ്. നീഡ് ടു വർക്കാണ്, ടു ഇൻഫിനിറ്റീവ് ആണ്. ടു വർക്കിനെ പറയുന്ന പേരാണ് ടു ഇൻഫിനിറ്റീവ്. ടു ഗോ, ടു പ്ലേ, ടു സിംഗ്, ടു റൺ,
ടു റൈറ്റ്, ഇതൊക്കെ ടു ഇൻഫിനിറ്റീവ് ആണ്. നീഡിന് ശേഷം ടു ഇൻഫിനിറ്റീവ് വന്നാൽ ആ നീഡ് മെയിൻ വെർബ് ആയിരിക്കും. മെയിൻ വെർബ് കൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ പറ്റില്ല. വി കനോട്ട് ഫോം എ ക്വസ്റ്റ്യൻ ടാഗ് ബൈ യൂസിങ് എ മെയിൻ വെർബ്. അത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പൊ നീഡ് എന്താണ്? ടു വർക്ക് ടു ഇൻഫിനിറ്റീവ് വന്നതുകൊണ്ട് നീഡ് ഈസ് എ മെയിൻ വെർബ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ ഒരു ഓക്സിലിയറി വെർബിനെ ഡിറൈവ് ചെയ്യണം. ഏതാണത്? ഡു. നീഡിനകത്ത് ഡു ഉണ്ട്. നീഡ് മെയിൻ വെർബ് ആണെങ്കിൽ അതിനകത്ത് ഡു ഉണ്ട്. നീഡ് ഓക്സിലിയറി വെർബ് ആണെങ്കിൽ അതിനകത്ത് ഡു ഇല്ല. നീഡ് മെയിൻ വെർബ് ആണെങ്കിൽ അതിനകത്ത് ഡു ഉണ്ട്. ഉത്തരം ഡോണ്ട് വി എന്ന് വന്നു. നീഡ് മെയിൻ വെർബ് ആയതുകൊണ്ട്, വെർബ് 1 ആയതുകൊണ്ട് അതിനകത്ത് നിന്നും ഡു എടുത്ത് ഇൻഡ് ചേർത്തി നെഗറ്റീവ് ആക്കി പ്രോനൗൺ ചേർത്തി ഡോണ്ട് വി എന്നാക്കി ഉത്തരം എഴുതി. ഓക്കേണോ? എന്നാ ഇവിടെ നോക്കൂ. വി നീഡ് വർക്ക് ഹാർഡ്. നീഡ് ടു വർക്ക് ആണെങ്കിൽ നീഡ് മെയിൻ വെർബാണ്. ഇത് നീഡ് വർക്കാണ്. നീഡ് കഴിഞ്ഞാൽ ഉടൻ ചേർത്തിട്ടുള്ള വർക്കാണ്. ടു ഇല്ല. ഈ വർക്കിന്റെ പേരാണ് ബെയർ ഇൻഫിനിറ്റീവ്. ടു ചേർത്താൽ ടു ഇൻഫിനിറ്റീവ്. ടു ഇല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ്. നീഡിന്റെ തൊട്ടടുത്ത് ബെയർ ഇൻഫിനിറ്റീവ് വന്നാൽ ആ നീഡ് ഓക്സിലിയറി വെർബാണ്. അവിടുത്തെ മെയിൻ വെർബാണ് വർക്ക്. വർക്ക് എന്ന മെയിൻ വെർബിനെ സഹായിക്കാനായി തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ഒരു സപ്പോർട്ടിംഗ് വാക്കാണ് നീഡ് എന്ന ഓക്സിലിയറി വെർബ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഉത്തരം എഴുതുമ്പോൾ ആ നീഡ് ഉപയോഗിച്ച് ഉത്തരം എഴുതണം. നീഡിന്റെ നെഗറ്റീവാണ് നീഡിൻറ്റ്. നീഡിന്റെ നെഗറ്റീവാണ് നീഡിൻറ്റ്. നീഡിൻറ്റ് വി. ദേ നീഡ് പ്ലേ ചെസ്. നീഡ് കഴിഞ്ഞാൽ ഉടൻ പ്ലേ ആണ്. പ്ലേ എന്ന ബെയർ ഇൻഫിനിറ്റീവിന്റെ തൊട്ടടുത്ത് നീഡ് വന്നു. അപ്പോൾ നീഡ് മെയിൻ വെർബല്ല, ഓക്സിലിയറി വെർബാണ്. ടു പ്ലേ ആണെങ്കിൽ നീഡ് മെയിൻ വെർബാവും. വെറും പ്ലേ എന്ന ബെയർ ഇൻഫിനിറ്റീവ് ആണെങ്കിൽ നീഡ് ഓക്സിലിയറി വെർബാണ്. ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ ആ നീഡ് ഉപയോഗിക്കണം. അതിനകത്ത് നിന്നും ഡു കിട്ടില്ല. അപ്പൊ നീഡിന്റെ ദേ അങ്ങനെ വരിക. ഹി നീഡ്സ് യുവർ സപ്പോർട്ട്. നീഡ്സ് എന്നാൽ തന്നെ അത് മെയിൻ വെർബാണ്. എന്താ കാരണം? നീഡ് എന്ന ഓക്സിലിയറി വെർബിന് നീഡ്സ് എന്ന രൂപം ഇല്ല. നീഡ് എന്ന ഓക്സിലിയറി വെർബിന് നീഡ്സ് എന്ന വെർബ് 1 രൂപം ഇല്ല. അതുകൊണ്ടാണ് അതിനെ മോഡൽ ഓക്സിലിയറി എന്ന് പറയുന്നത്. അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് അതിനെ മോഡൽ ഓക്സിലിയറി എന്ന് പറയുന്നത്. എന്നാൽ നീഡ് എന്ന മെയിൻ വെർബിന് എസ് രൂപമുണ്ട്. നീഡ്സ് വെർബ് 1 ആണ്. നീഡ് എന്ന മെയിൻ വെർബിന് എസ് രൂപമുണ്ട്. നീഡ്സ് അത് വെർബ് 1 ആണ്, സിംഗുലർ. ഹി നീഡ്സ് ആണ്, അത് മെയിൻ വെർബാണ്. തൊട്ടടുത്തൊരു ബെയർ ഇൻഫിനിറ്റീവ് ഇല്ല. അപ്പോൾ അത് മെയിൻ വെർബാണ്. ഹി നീഡ്സ് മെയിൻ വെർബാണ്. അതിനകത്ത് ഡസ് ഉണ്ട്. അതിനകത്ത് ഡസ് എന്ന ഓക്സിലിയറി വെർബ് ഉണ്ട്. അപ്പൊ ഉത്തരം ഡസിന്റെ ഹി. തീർച്ചയായിട്ടും സംശയം വരും. ആവർത്തിച്ച് കേട്ട് നോക്കുക. ഹി നീഡ് ഗോ ദർ. ശരിക്കും ഹി തൊട്ട് മുകളിൽ കണ്ടില്ലേ? ഹീയുടെ കൂടെ നീഡ്സാ വരിക. ഇവിടെ ഹീയുടെ കൂടെ നീഡാ വന്നത്. എന്താ കാരണം? നീഡ് ഇവിടെ ഓക്സിലിയറി വെർബാണ്. തൊട്ടപ്പുറത്ത് ഗോ ഉണ്ട്. ഏത് ഗോ? ബെയർ ഇൻഫിനിറ്റീവ്. ടു ഗോ അല്ല. ടു ഗോ ആണെങ്കിൽ ഇവിടെ നീഡ്സാ വരിക. ഇത് വെറും ഗോ ആണ്. അതിന്റെ പേരെന്താ? ബെയർ ഇൻഫിനിറ്റീവ്. എവിയോ എം വിയോ. ഈ ഗോ എം വി ആണ്, മെയിൻ വെർബാണ്. മെയിൻ വെർബാണ്. നീഡ് എന്താണ്? ഓക്സിലിയറി വെർബാണ്. ഗോ എന്ന മെയിൻ വെർബിനെ സഹായിക്കാൻ നിൽക്കുന്ന ഒരു സപ്പോർട്ടിംഗ് വേർഡായ നീഡ് എന്ന പദം ഒരു ഓക്സിലിയറി വെർബ് ആയതുകൊണ്ട് ആ ഓക്സിലിയറി വെർബ് ഉപയോഗിച്ച് മാത്രം വേണം
ക്വസ്റ്റ്യൻ ടാഗ് രൂപീകരിക്കാൻ. അപ്പോൾ എന്ത് കിട്ടും? നീഡിന്റെ ഹി എന്ന് കിട്ടും. നീഡിന്റെ ഹി എന്ന് കിട്ടും. ഹി നീഡ്സ് ടു ഗോ. കണ്ടോ? ടു ഇൻഫിനിറ്റീവ് അപ്പുറത്ത് വന്നാൽ നീഡ്സാ വരിക. നീഡല്ല നീഡ്സാ വരിക. നീഡ്സ് ഏതാണ്? വെർബ് വൺ ആണ്. വെർബ് വൺ ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഫിനിറ്റ് വെർബാണ്. മെയിൻ വെർബാണ്. അതിനകത്ത് ഡസ് ഉണ്ട്. ഡസ് ഉണ്ട്. ഈ പേരെല്ലാം കേട്ട് പേടിക്കണ്ട. അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയുന്നവർക്കുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആ അറിയുന്നവരുടെ ദാഹം തീരാൻ വേണ്ടി. അറിയാത്തവർ അതൊന്നും പഠിക്കണ്ട, പേടിക്കണ്ട. പഠിക്കണ്ട, പഠിക്കണമെന്നോർത്ത് പേടിക്കണ്ട കേട്ടോ. നീഡ്സിനകത്ത് ഡസ് ഉണ്ട്. അപ്പോ ഡസിന്റെ ഹി, ഡസിന്റെ ഹി എന്ന് കിട്ടും. നീഡ്സ് മെയിൻ വെർബാണ്. നീഡ്സ് മെയിൻ വെർബാണ്. യു നീഡ് ടു കം. ഇതാ നിങ്ങൾക്കറിയാം, ടു കം വന്നിട്ടുണ്ട്, ടു ഇൻഫിനിറ്റി വന്നിട്ടുണ്ട്. ടു ഇൻഫിനിറ്റി വന്നാൽ തൊട്ട് മുമ്പുള്ള നീഡ് ഉറപ്പാണ്, അത് മെയിൻ വെർബാണ്. മെയിൻ വെർബാണ്. അപ്പൊ അതിനകത്ത് ഡു ഉണ്ട്, ഡോണ്ട് ഡു എന്ന് കിട്ടി. എന്നാ തൊട്ട് താഴെ നോക്കൂ, യു നീഡ് കം. രണ്ടും ഏകദേശം ഒരുപോലെയാണ്. കണ്ടോ? യു നീഡ് ടു കം, യു നീഡ് കം. വ്യത്യാസം നോക്കൂ, ചെറിയ വ്യത്യാസമുണ്ട്. എന്താണ്? നീഡിന്റെ തൊട്ടപ്പുറത്ത് ടു കം ആണ്, ഇവിടെ നീഡിന്റെ തൊട്ടടുത്ത് വെറും കമ്മാണ്. ടു കം വന്നാല് നീഡ് മെയിൻ വെർബാവും. വെറും കം വന്നാൽ നീഡ് ഓക്സിലിയറി വെർബാവും. മുകളില് ചുവന്ന നീഡ് ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പുള്ള ഒരു മെയിൻ വെർബാണ്. താഴത്തെ നീല നീഡ് ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പില്ലാത്ത, കമ്മിനെ സഹായിക്കാൻ നിൽക്കുന്ന ഓക്സിലിയറി വെർബ് മാത്രമാണ്. താഴത്തെ നീഡിനകത്ത് ഡു ഇല്ല, മുകളിലെ നീഡിനകത്ത് ഡു ഉണ്ട്. മുകളിലെ നീഡ് മെയിൻ വെർബ്, താഴത്തെ നീഡ് ഓക്സിലിയറി വെർബ്. അപ്പൊ മുകളിലെ നീഡിൽ നിന്നും ഡു എടുത്ത് ഡോണ്ട് ഡു എന്ന് ഉത്തരം എഴുതി. താഴത്തെ നീഡിൽ നിന്നും ഡു എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ആ നീഡ് എടുത്ത് നീഡിന്റെ യു എന്ന് ഉത്തരം എഴുതി. നീഡിന്റെ യു എന്ന് ഉത്തരം എഴുതി. ഷീ നീഡ് പ്ലേ. നിങ്ങൾക്കറിയാം, നീഡിന്റെ തൊട്ടടുത്ത് പ്ലേ വന്നു. നീഡ് പ്ലേ, നീഡ് ഗോ, നീഡ് കം, നീഡ് സിംഗ്, നീഡ് റൈറ്റ്. ഇങ്ങനെ ആ പറഞ്ഞ ഈ വാക്കുകളെല്ലാം ബെയർ ഇൻഫിനിറ്റീവ് ആണ്. അത് മെയിൻ വെർബ് ആയിരിക്കും. ഇവിടെ ചേർക്കുന്ന നീഡ് ഓക്സിലിയറി വെർബ് ആണ്. മെയിൻ വെർബ് ആയിരുന്നെങ്കിൽ ചേർക്കേണ്ടത് നീഡല്ല, നീഡ്സ് ആണ്. വെർബ് വണ്ണല്ലേ, ഷീ ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ നീഡ്സാ വരിക. വന്നിട്ടില്ലല്ലോ, അപ്പൊ നീഡ് വന്നു. ഇത് പോസിറ്റീവ് വാചകമാണ്. ഇത്തരം വാചകങ്ങൾ റയർ ചാൻസിന് വരാൻ കേട്ടോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, തുടങ്ങുമ്പോൾ റയർ ചാൻസിന് അധികം വരില്ല. നെഗറ്റീവ് വെച്ചാൽ അധികം വരിക, പോസിറ്റീവ് വെച്ചാൽ അധികം വരില്ല. അഥവാ വന്നാൽ എഴുതാൻ വേണ്ടി തന്നു. ഷീ നീഡ് പ്ലേ. ഇവിടെ പ്ലേ എന്ന ബെയർ ഇൻഫിനിറ്റീവിന്റെ തൊട്ടടുത്ത് നീഡ് എന്ന വാക്കുണ്ട്. ആ വാക്ക് ഓക്സിലിയറി വെർബാണ്. ടു പ്ലേ ആയിരുന്നെങ്കിൽ നീഡ് എന്തായേനെ? മെയിൻ വെർബായേനെ. അപ്പൊ നീഡല്ല നീഡ്സ് ആവുക. ഈ പറഞ്ഞതെല്ലാം അഡ്വാൻസ്ഡ് ആയവർക്ക് വേണ്ടിയാണ്. സാധാരണക്കാർക്ക് വേണ്ടി പറയാം. നീഡും പ്ലേയും ഉണ്ട്. പ്ലേയിനെ സഹായിക്കാൻ നിൽക്കുന്നു നീഡ്. പ്ലേ ബെയർ ഇൻഫിനിറ്റീവ് ആണ്. ടു പ്ലേ ഇല്ല, വെറും പ്ലേ ആണ്, ബെയർ ഇൻഫിനിറ്റീവ് ആണ്. തൊട്ട് മുമ്പിൽ നിൽക്കുന്ന നീഡ് ഓക്സിലിയറി വെർബാണ്. ഉത്തരം എഴുതുമ്പോൾ ഓക്സിലിയറി വെർബ് എടുക്കണം. നീഡിന്റെ ഷീ, നീഡിൻ ഷീ എന്നാണ് വരിക. അടുത്ത് ഷീ നീഡ്സ് ടു പ്ലേ. കണ്ടോ? ഷീ ആണെങ്കിൽ തൊട്ടടുത്ത് നീഡ് വന്നാൽ എസ് ചേർത്തിയാൽ ഉറപ്പിച്ചോളൂ അത് മെയിൻ വെർബാണ്. എന്താ കാരണം? ടു പ്ലേ വന്നിട്ടുണ്ട്. ടു പ്ലേ പറഞ്ഞാൽ ടു ഇൻഫിനിറ്റീവ് ആണ്. ടു ഇൻഫിനിറ്റീവിന് മുമ്പിൽ നീഡ് വന്നാൽ അത് മെയിൻ വെർബ് ആയിരിക്കും. ടു ഇൻഫിനിറ്റീവിന് മുമ്പിൽ ടു ഇൻഫിനിറ്റീവ്, ടു പ്ലേ, ടു കം, ടു സ്വിം, ടു ഫ്ലൈ, ടു ടേക്ക്, ടു ഡ്രിങ്ക്. ഇങ്ങനെ ടു ഇൻഫിനിറ്റീവിന് മുമ്പ് നീഡ് വന്നാൽ നീഡ് ടു പ്ലേ, നീഡ് ടു ഗോ, നീഡ് ടു കം, നീഡ് ടു സിംഗ്. ഇങ്ങനെ ടു ഇൻഫിനിറ്റീവിന് മുമ്പിൽ നീഡ് വന്നാൽ അത് മെയിൻ വെർബ് ആയിരിക്കും. അതിനകത്ത് നിന്നും എടുക്കണം. അതിന് അകത്ത് നിന്നും എടുക്കണം. അപ്പോ മെയിൻ വെർബിനകത്ത് നിന്നും നീഡ്സിനകത്ത് നിന്നും തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. ഏത്? ഷീ. അപ്പോ കൂടെ ചേർത്തിട്ടുള്ള നീഡ്സ് എന്നത് സിംഗുലർ വെർബാണ്. വെർബ് വൺ, സിമ്പിൾ പ്രസന്റ് ടെൻസ്. അതിനകത്ത് ഡസ് ഉണ്ട്. അതിനകത്ത് ഡസ് ഉണ്ട്. ആ ഡസ് എടുത്ത് ഉത്തരം എഴുതണം. ഡസിന്റെ ഷീ എന്ന് കിട്ടും. ഡസിന്റെ ഷീ എന്ന് കിട്ടും.
എന്നാ നോക്കൂ, ഹീ നീഡ് കം. മെയിൻ വെർബ് ആയിരുന്നെങ്കിൽ ഹീ നീഡ്സാ വരിക, വന്നിട്ടില്ലല്ലോ. അപ്പൊ മെയിൻ വെർബ് അല്ല. അപ്പൊ പിന്നെന്താണ് ഓക്സിലിയറി വെർബ്? അതെങ്ങനെ കിട്ടി? കമ്മ എന്ന മെയിൻ വെർബിനെ സഹായിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്ന ഓക്സിലിയറി വെർബ് മാത്രമാണ് നീഡ്. കമ്മ മെയിൻ വെർബ് കൂടെ സഹായിക്കാൻ നിൽക്കുന്ന ഓക്സിലിയറി വെർബാണ് നീഡ്. കമ്മ ബെയർ ഇൻഫിനിറ്റീവ്, ടു ഇൻഫിനിറ്റീവ് അല്ല, ബെയർ ഇൻഫിനിറ്റീവ് ആണ്. ബെയർ ഇൻഫിനിറ്റീവിന് മുമ്പിൽ നീഡ് വന്നാൽ അത് ഓക്സിലിയറി വെർബായിരിക്കും. ഉത്തരം എഴുതാൻ ആ നീഡ് ഉപയോഗിക്കാം. നീഡിന്റെ ഹി, നീഡിന്റെ ഹി. കിട്ടിയോ? ദാ അവസാനത്തെ ക്വസ്റ്റ്യൻ, ഹി നീഡ്സ് ടു കം. ദാ ടു ഇൻഫിനിറ്റീവിന്റെ മുമ്പിൽ നീഡ് വന്നാൽ, നീഡല്ല വന്നത് എന്താണെന്ന് അറിയാലോ, നീഡ്സാ വന്നത്. നീഡ്സ് വന്നാൽ ഉറപ്പിച്ചോളൂ മെയിൻ വെർബാണ്. സ് ചേർത്തി വന്നാൽ അത് മെയിൻ വെർബാണ്. കാരണം എന്താ? ഓക്സിലിയറി വെർബ് നീഡിന്റെ കൂടെ എസ് ചേർത്താൻ പറ്റില്ല. ഓക്സിലിയറി വെർബ് നീഡിന്റെ കൂടെ ഇസ് ചേർത്താൻ പറ്റില്ല. അങ്ങനെ ഇസ് ചേർത്താൻ പറ്റാത്ത ഓക്സിലിയറി വെർബുകളെയാണ് മോഡൽ ഓക്സിലിയറീസ് എന്ന് പറയുക. ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഷാൾ, ഷുഡ്, വിൽ, വുഡ്, നീഡ്, ഡെയർ, യൂസ്ഡ് ടു, ഓട്ട് ടു. ഇതിന്റെ ഒന്നും കൂടെ എസ് ചേർത്ത് രൂപം ഉണ്ടാക്കാൻ പറ്റില്ല. കേട്ടോ? അതുകൊണ്ടാണ് അവയെ മോഡൽ ഓക്സിലിയറീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടു കം എന്ന ടു ഇൻഫിനിറ്റീവിന് മുമ്പ് നീഡ്സ് എന്ന പദം വന്നതുകൊണ്ട് ആ നീഡ്സ് എന്നത് വെർബ് വണ്ണിലുള്ള മെയിൻ വെർബാണ്. ആ മെയിൻ വെർബിനകത്ത് ഡസ് എന്ന ഓക്സിലിയറി വെർബ് ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ രൂപീകരിക്കുമ്പോൾ ഡസിന്റെ ഹി എന്ന നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് കിട്ടി. ഡസിന്റെ ഹി എന്ന നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് കിട്ടി. ഇന്നത്തെ വീഡിയോ സാമാന്യത്തിലധികം നീണ്ടുപോയ വീഡിയോയാണ്. മറ്റൊന്നും കൊണ്ടല്ല, നീഡുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് വീഡിയോകളിലായി നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ള അത്രയും പുതുമയോടുകൂടി നീഡിനെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു വീഡിയോയും ഇന്ന് യൂട്യൂബിൽ അവൈലബിൾ അല്ല എന്ന അല്പം ആത്മവിശ്വാസത്തോടെയുള്ള ഒരു അവകാശവാദവുമായാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നത്. അതിനോട് മുഴുവൻ കേട്ടിട്ട് യോജിക്കാവുന്നവർ യോജിക്കുക, അല്ലാത്തവർക്ക് വിയോജിക്കാം. അടുത്ത വീഡിയോ ഡയറുമായി ബന്ധപ്പെട്ടാണ്. ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ യൂട്യൂബിൽ ഇത്രയും വൈശദ്ധ്യത്തോടെ ഒരു വീഡിയോ ഡയറിനെ പറ്റി ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന മുന്നേ കൂട്ടിയുള്ള ഒരു അവകാശവാദത്തോടു കൂടി ഡയർ അവതരിപ്പിക്കും ഉടൻ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താമസിയാതെ എല്ലാവർക്കും വീണ്ടും ഒരുമിച്ച് കൂടാം.